ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഈ ഒരു സമയത്ത് നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള മെസ്സേജ് എന്താണ് എന്നുള്ളൊരു റീഡിംഗ് ആണ്. അപ്പോൾ ഓർക്കുക, ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ മാത്രം സ്വീകരിച്ച് അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള മെസ്സേജ്. Hermit, Page of Swords, Knight of Pentacles, Two of Wands, Knight of Swords, Hanged Man, കിങ് ഓഫ് കപ്സ്. ഇത്രയുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട മെസ്സേജ് ഹെർമിറ്റ് ആണ് ആദ്യം കിട്ടിയിരിക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കേണ്ട ഒരു സമയമാണെന്ന് കാണിക്കുന്നുണ്ട്. അതായത് എല്ലാവരോടുമായിട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുകയാണെങ്കിൽ അതൊന്ന് നിർത്താനായിട്ട് പറയുന്നുണ്ട്. കൂടാതെ ഈ ഒരു സമയത്ത് നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കുക, ഒന്ന് മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെയധികം നല്ലതായിരിക്കും. അതുപോലെ തന്നെ കുറച്ച് ഒന്ന് പ്രാർത്ഥിക്കാത്ത വ്യക്തികളാണെങ്കിൽ ഈ ഒരു സമയത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് ഒരു സമയം കണ്ടെത്തുക. പോസിറ്റീവായിട്ട് ചിന്തിച്ച് കുറച്ചൊന്ന് മാറി നിൽക്കുക. അതായത് സ്വയം നിങ്ങൾ നിങ്ങളെ തന്നെ അറിയുവാനായിട്ടുള്ള ഒരു സമയമാണെന്നാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കിട്ടുന്ന ഒരു മെസ്സേജ്. കൂടാതെ പേജ് ഓഫ് സോർട്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങളിൽ പലരും നിങ്ങളെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്, മറ്റുള്ള വ്യക്തികളെ കുറിച്ചാണെന്ന് കാണിക്കുന്നുണ്ട്. മറ്റുള്ള വ്യക്തികളെ കുറിച്ച് നിങ്ങൾ അമിതമായി ചിന്തിക്കുകയും അതുപോലെ തന്നെ അവർ എന്ത് ചെയ്യുന്നു, ഈ ഒരു സമയത്ത് അവർ ഏത് രീതിയിലാണ് പോകുന്നത് എന്നൊക്കെ അറിയുവാനായിട്ട് നിങ്ങൾക്ക് വളരെയധികം ഒരു ക്യൂരിയോസിറ്റി ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നിർത്താനായിട്ടാണ് നമുക്കിവിടെ കാർഡ്സ് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണിത്. ഇതിലൂടെ നിങ്ങളുടെ എനർജി ഇവിടെ നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നിർത്തുക. പകരം നിങ്ങൾ ഈ ഒരു സമയത്ത് കുറച്ച് സമയത്തേക്കൊന്ന് സൈലന്റ് ആയിട്ടിരിക്കുക, നിങ്ങളെ അറിയുവാനായിട്ട് ശ്രമിക്കുക. അതാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത്. കൂടാതെ നൈറ്റ് ഓഫ് പെന്റക്കിൾസ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ക്ഷമ ആവശ്യമാണെന്ന് കാണിക്കുന്നുണ്ട്. ഇത് കാണുന്ന പല വ്യക്തികൾക്കും ക്ഷമയില്ല, വളരെയധികം ഒരു ദേഷ്യത്തിലാണെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്തു ചാടി പ്രതികരിക്കുന്ന വ്യക്തികളെയൊക്കെ കാണിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള സ്വഭാവ രീതികൾ നിർത്തുക എന്നുള്ളൊരു മെസ്സേജ് കൂടി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ടു ഓഫ് വാൻഡ്സ് കിട്ടുന്നുണ്ട്. അതായത് നിങ്ങൾ എന്താണോ ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ മനസ്സിൽ ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഫ്യൂച്ചർ എന്താകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവരോടും പറഞ്ഞു നടക്കുന്ന ഒരു ശീലമുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നിർത്താനായിട്ട് പറയുന്നുണ്ട്. അതായത് നിങ്ങൾ ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയേണ്ട, ആ ഒരു കാര്യങ്ങളെല്ലാം നടന്നു കിട്ടിയതിന് ശേഷം മാത്രം മറ്റുള്ളവരോട് ഷെയർ ചെയ്താൽ മതി എന്നുള്ളൊരു സന്ദേശം കിട്ടുന്നുണ്ട്. കാരണം നിങ്ങൾ ആ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ബ്ലോക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും നിർത്താനായിട്ട് പറയുന്നുണ്ട്. കൂടാതെ നമുക്കൊരു നൈറ്റ് ഓഫ് സോർട്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. ചിന്തിക്കാതെ പ്രവർത്തിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അത് നിർത്താനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എന്തും വന്നുകൊള്ളട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങളിൽ പലരും മുന്നോട്ട് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതിലൂടെ പലതരത്തിലുള്ള അബദ്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒന്ന് നിർത്തുക. അതായത് എന്തു കാര്യം ചെയ്യുമ്പോഴും 2 തവണ ആലോചിച്ച് മാത്രം ചെയ്യുക എന്നുള്ളൊരു മെസ്സേജ് കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. കൂടാതെ നമുക്കൊരു ഹാങ്ഡ് മാൻ കിട്ടുന്നുണ്ട്. അതായത് നിങ്ങളിൽ പലരും ഇപ്പോൾ ചിന്തിക്കുന്ന ആ ഒരു രീതി ഒന്ന് മാറ്റി പിടിക്കുക എന്നാണ് ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നത്. അതായത് ഒരു മാറ്റം ഇനി നിങ്ങൾക്ക് വരേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ചിന്തകളിൽ മുഴുവൻ ഒരു മാറ്റം കൊണ്ടുവരിക. അതല്ലാന്ന് വെച്ചാൽ
ഈ ഒരു രീതി നിങ്ങളിപ്പോൾ ഒന്ന് സ്റ്റക്കായി പോയി നിൽക്കുന്ന ഒരു എനർജിയൊക്കെ കാണിക്കുന്നുണ്ട്. അത് തന്നെ തുടരുമെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ചിന്താ രീതിയിൽ ഒരു മാറ്റം വരുത്തുക. കൂടാതെ നമുക്കൊരു കിങ് ഓഫ് കപ്സ് കിട്ടുന്നുണ്ട്. അതായത് നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്കൊരു മെച്യൂരിറ്റി, ഒരു ഇമോഷണൽ മെച്യൂരിറ്റി ഒക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് കാണിക്കുന്നുണ്ട്. കൂടാതെ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുവാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ പക്വതയോട് കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുക എന്നാണ് ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത്രയും മാറ്റങ്ങൾ നിങ്ങളുടെ ഒരു ലൈഫിലോട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ പ്രധാനമായിട്ട് കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. അതല്ലാന്ന് വെച്ചാൽ നിങ്ങളുടെ പല കാര്യങ്ങളിലും ഇവിടെ ഒരു ബ്ലോക്ക് സംഭവിക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ഈ ഒരു രീതിയിലൊക്കെ മാറണം. ആ ഒരു മാറ്റത്തിലൂടെ വളരെയധികം ഒരു ഗ്രോത്ത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട സന്ദേശം. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന റീഡിംഗ്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.